തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. സോളമൻ രാജാവിന്റെ കാലത്ത് പണിയപ്പെട്ട യെരുശലേം ദേവാലയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കെട്ടിടത്തിന്റെ ആ ആലയത്തിന്റെ നിർമ്മാണ വേളയിൽ നടന്ന വിസ്മയകരമായ ഒരു കാര്യം വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. 1 രാജാക്കന്മാർ 6-ാം അധ്യായം 7-ാമത്തെ വാക്യം, ദേവാലയം പണിയുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. ഇതൊരു കേവലമായ ദേവാലയ നിർമ്മാണ രീതിയെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ സംബന്ധിച്ചുകൂടെ ആണ് എന്നുള്ളത് ഒരു വലിയ വേദശാസ്ത്രപരമായ ഒരു സത്യമാണ്. വചനവ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളെ ഇതോടെ ചേർത്ത് വെക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, രൂപപ്പെടുത്തേണ്ടത് ഉത്ഭവ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ രൂപപ്പെടുത്തേണ്ടത് ഉത്ഭവ സ്ഥാനത്ത് വെച്ചായിരിക്കണം. ദേവാലയത്തിലേക്ക് ആവശ്യമായ കല്ലുകൾ ദേവാലയത്തിൽ വെച്ചല്ല കൊത്തിയെടുത്തത്, മറിച്ച് അവ വെട്ടിയിരുന്ന സ്ഥലത്ത് ക്വാറികളിൽ വെച്ച് തന്നെയാണ്. There is a place of preparation. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നാം ദൈവത്തിന്റെ ആലയമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും. എന്നാൽ ഓർക്കുക, ആത്മീയ ജീവിതത്തിന്റെ പ്രക്രിയകൾ പലപ്പോഴും ആരംഭിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലെ ക്വാറികളിൽ നിന്നാണ്. അതായത് ഏകാന്തതയിൽ, പ്രാർത്ഥനയിൽ, ദൈവമുമ്പാകെയുള്ള നിശബ്ദ നിമിഷങ്ങളിൽ നമ്മെ വെട്ടിമിനുക്കുന്നതും പരുക്കൻ സ്വഭാവങ്ങളെ ചതുരപ്പെടുത്തുന്നതും ശുദ്ധമാക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ മാമോദീസ അതിന്റെ ആദ്യ പടിയാണ്. അതിലൂടെ ശക്തമായ ആലയ ഭിത്തികൾ രൂപപ്പെടണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ പൂർണ്ണമായി പാകപ്പെട്ടവരായിരിക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആരാധനാലയത്തിലേക്ക് വരുന്നതിന് മുൻപുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ രൂപപ്പെടുത്തി കഴിയണം. സത്യ ആരാധനയ്ക്ക് അത് ആവശ്യമാണ്. രണ്ടാമത്, ദേവാലയത്തിന്റെ ഉള്ളിൽ നടന്നത് ശബ്ദമില്ലാത്ത പണിയാണ്. ആലയത്തിൽ ചുറ്റികയുടെയോ കോടാലിയുടെയോ ശബ്ദം കേൾക്കാതിരുന്നത് അവിടെ സംഘർഷമില്ലാത്ത ഒരൈക്യം, there is a perfect harmony ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഒരു ആത്മീയ അച്ചടക്കത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. ദേവാലയത്തിനകത്ത് ഒരു ചുറ്റികയുടെയോ കോടാലിയുടെയോ ശബ്ദം കേൾക്കാൻ പാടില്ല എന്നതിനർത്ഥം ആലയം പണിതുയർത്തുമ്പോൾ അത് പൂർണ്ണമായ നിശബ്ദതയിലും ഭക്തിയിലും ആയിരിക്കണമെന്നതാണ്. മനുഷ്യന്റെ ചുറ്റികയും കോടാലിയും ഒക്കെയും ആകുന്ന ഇടപെടലുകളും അഹങ്കാരവും ഒന്നും ദേവാലയത്തിൽ മുഴങ്ങാൻ പാടില്ല. ഓർക്കുക, ഇത് നാമാകുന്ന ദേവാലയത്തിന്റെ കാര്യം കൂടിയാണ്. മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ ശബ്ദ കോലാഹലങ്ങൾ എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ദൈവം തന്റെ ആലയത്തിൽ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ സ്വന്തം സൃഷ്ടികളെ അല്ല, മറിച്ച് താൻ സ്വയം രൂപപ്പെടുത്തിയ ജീവനുള്ള കല്ലുകളെയാണ്. നമ്മൾ അന്യോന്യം യോജിച്ചു നിൽക്കുമ്പോൾ അവിടെ തർക്കങ്ങളുടെയോ അഹങ്കാരത്തിന്റെയോ ശബ്ദമുണ്ടാവില്ല. അത് ദൈവത്തിന്റെ ആത്മീയതയുടെ തികവാർന്ന ഒരു മാതൃകയാണ്. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ അവിടെ ലൗകികമായ ബഹളങ്ങളും അഹങ്കാരത്തിന്റെ ശബ്ദങ്ങളും ഉണ്ടാകരുത്. ആത്മീയ ജീവിതം ഒരു ബഹളമല്ല, അത് നിശബ്ദമായ ഒരു അച്ചടക്കമാണ്. പുറത്തുള്ള സംഘർഷങ്ങളെയല്ല, ഉള്ളിലെ ശാന്തതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മൂന്നാമത്, ദൈവഹിതമനുസരിച്ചുള്ള ഒരു കൃത്യത, ഒരു പെർഫെക്റ്റ് അലൈൻമെന്റ് അവിടെ ഉണ്ടാവണം. ഓരോ കല്ലും ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായ അളവിലായിരുന്നു. ഒന്നും കൂടുതൽ വെട്ടാനോ കുറയ്ക്കാനോ ഉണ്ടായിരുന്നില്ല. ദൈവം നമ്മെ പണിയുമ്പോൾ അവിടുത്തെ പദ്ധതിയിൽ നമ്മെ ഓരോരുത്തരെയും കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ കുറവുകളെ ദൈവം മാറ്റിമറിക്കുന്നത് അവിടുത്തെ ആലയത്തിൽ വെച്ചല്ല, മറിച്ച് അവിടുത്തെ കൃപയുടെ സങ്കേതത്തിൽ വെച്ചാണ്. ഈ നിർമ്മാണ രീതിയിലൂടെ ദേവാലയം ഒരു നിർമ്മാണ സ്ഥലം മാത്രമായിരുന്നില്ല, മറിച്ച്
ഒരു പ്രാർത്ഥനാ സ്ഥലമായിരുന്നു എന്ന് കാണാം. ദൈവത്തിന്റെ പ്രവൃത്തികൾ പലപ്പോഴും നിശബ്ദമാണ്. കാറ്റിലും ഭൂകമ്പത്തിലുമല്ല, നേർത്ത ശബ്ദത്തിലാണ് ദൈവം ഏലിയാവിനോട് സംസാരിച്ചത്. അതുപോലെ ദൈവം നമ്മെ പണിയുമ്പോൾ നമ്മുടെ പലപ്പോഴുമുള്ള വേദനകളും ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അണിയറയിൽ, നമ്മുടെ ആ ക്വാറിയിൽ ദൈവം വളരെ നിശബ്ദമായി എന്നാൽ അതീവ കൃത്യതയോടുകൂടി നമ്മെ രൂപപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിശബ്ദമായ സങ്കടങ്ങൾ അഥവാ അദൃശ്യമായ അനുഭവങ്ങൾ നമ്മെ ദൈവത്തിന് ഏറ്റവും യോഗ്യമുള്ള കല്ലുകളാക്കി മാറ്റാനുള്ള ദൈവത്തിന്റെ നിശബ്ദമായ പണികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയം പണിയുന്ന സമയത്ത് ചുറ്റികയുടെ ശബ്ദം കേൾക്കാതിരുന്നത് പണി പൂർത്തിയായപ്പോൾ അത് ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞതുകൊണ്ടുമാണ്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെയും വേദനകളുടെയും ആ പരിക്കൻ കല്ലുകളെ കൊത്തിയെടുക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാകാം. എന്നാൽ വേദനകൾ അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമായി മാറുന്നു. അവിടെ ദൈവത്തിന്റെ ശബ്ദം മാത്രം മുഴങ്ങട്ടെ. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അവിടുത്തെ ആലയത്തിനായി, അവിടുത്തെ ഇഷ്ടത്തിനായി, അവിടുത്തെ മഹത്വത്തിനായി രൂപപ്പെടുത്തട്ടെ. ഏവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.